ഫാസിൽ മോൻ വരികയാണ്. അപ്പോൾ അവന് ഇപ്പോൾ ഒരു 10 കൊല്ലമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, ഒരു കുട്ടി ഇല്ലാത്ത നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിൻ്റെ അനിയത്തിയുടെ മോളുടെ കാര്യമാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിന് അവളുടെ കാര്യം കല്യാണം പ്രായമായിട്ടുണ്ട്, കല്യാണ പ്രായം കുറച്ച് കൂടുതലായി. ഞാൻ പറഞ്ഞു നോക്കാന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺപിള്ളേരല്ലേ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ, ഇനി അവൻ്റെ അമ്മയച്ഛനും വല്ലതും മാർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. എൻ്റെ വിലവേട് വെച്ച് എനിക്ക് വാസിൽമോനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാം പറഞ്ഞിട്ട് ശരിയാവും, നടക്കട്ടെ, ഇല്ലാത്ത കാര്യമല്ലേ, എന്തൊക്കെ ഞാൻ ഫാസിൽ മോൻ വരികയല്ലേ. വിളിച്ചിരുന്നു ഇന്നലെ. അപ്പൊ അവന് 5-10 കൊല്ലായില്ലേ. അപ്പൊ ഒരു കുഞ്ഞിക്കാല് കാണാത്ത ഒരു വിഷമം എനിക്കുണ്ട്. 10 കൊല്ലായില്ലേ. അപ്പൊ ഇവളുടെ അനിയത്തിയുടെ മോള് പഠിപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് അത് സംസാരിക്കായിരുന്നു. മനസ്സിലായില്ലേ? അവന് ആലോചിക്കാന്ന് വിചാരിച്ചിട്ട്. അവൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ. വിഷമം അല്ല അങ്ങനെ. പിന്നെ ഫാസിലിന് അത് തയ്യാറാകാതെ ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചിട്ട് പെണ്ണിനെയും കണ്ടുവച്ചതാക്കിട്ട് എന്താ അവൻ അങ്ങനെ പിന്നെ കാര്യം പറയാതെ? അല്ല, അവനൊന്ന് നീ ഞാൻ എന്ത് വെച്ചിട്ടാ താത്ത പറയണേ? ഓന് കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യ നിലവിലുള്ള ആളല്ലേ, ഓനോട് ഇനി പിന്നെ കല്യാണം കഴിക്കാൻ പറയാ? അതിപ്പോ ഒരു കുട്ടി ഇല്ലാതെ നമുക്ക്, കുട്ടി ഇല്ലാത്തതിന് പിന്നെ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യണം, ചികിത്സ നടത്തണം. 5-10 കൊല്ലായില്ലേ മോനെ, ഇനി എന്ത് കുട്ടികൾ പടച്ചോൻ തരുന്നല്ലത്താത്ത. അപ്പൊ കുട്ടി ഇല്ലാന്നിട്ട് വേറൊരു പെണ്ണ് അടിച്ചു കൊടുക്കുക? എനിക്കൊരു അല്ല, ഇനി കെട്ടുന്ന പെണ്ണിന് കുട്ടി ഉണ്ടാവും എന്താ ഉറപ്പ്? ഉറപ്പൊന്നുമില്ല നമുക്ക്. എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ മനസ്സ് പറയുന്ന ഇനി ഒരു കല്യാണം കഴിച്ച ഒരു കുട്ടി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉണ്ടാവണ്ടാണെങ്കിൽ ഇത് 5-10 കൊല്ലായില്ലേ. ഫാരിഷ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഓളെ നിർത്തിയിട്ടാണ് ഈ കല്യാണാലോചന ഉണ്ടാക്കുന്നത് അല്ലേ? ഒരു കുട്ടി വേണ്ടേ? 5-10 കൊല്ലായില്ലേ. എൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഞാനൊരു ഉമ്മയല്ലേ, ഒരു മോനാണെങ്കിൽ ഓനൊരു ഉപ്പയല്ലേ, അവർക്കല്ലേ താത്താനെക്കാളും ഇതിന് ആഗ്രഹം വേണ്ട. ഈ ഞാനും ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? എന്റെ സങ്കടം നിന്നോട് പറഞ്ഞ നീ എന്നെ കേൾക്കുന്നു വിചാരിച്ച അവനോട് കേൾക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഓന് വേറൊരു പെണ്ണ് അടിച്ചു കൊടുക്കാൻ വേണ്ടി ഓന് പിന്നെ കല്യാണം കഴിച്ച് ഓനൊരു കുടുംബമായിട്ട് ജീവിക്കണതില് ഞാൻ പിന്നെ വേറൊരു പെണ്ണിനെയും കൊണ്ട് ചെല്ലേ? ഇതെങ്ങനെ ഒരു മനുഷ്യനോട് പറയാം? ഓപ്പൻ പിന്നെ എൻ്റെ മോനാണെങ്കിലും എനിക്ക് ഓനോട് നേരിട്ട് പറയാൻ പറ്റുമോ? എനിക്ക് ഓനോട് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മനുഷ്യനോട് പറയാൻ പറ്റുമോ ഒരു പിന്നെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളോട് ഈ അതിനെ ഒഴിവായി കണ്ട് വേറെ ഒന്നിനെ കെട്ടിക്കളാന്നുള്ളത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് ഒരു കുട്ടി, എൻ്റെ മോനൊരു കുട്ടി ഉണ്ടായി കാണണം. ഞാൻ എന്താ ചെയ്യ? അതിന് പിന്നെ നാട്ടിൽ ആദ്യമായിട്ടൊന്നും അല്ല കുട്ടികളില്ലാത്തൊരു ദമ്പതികൾ എന്ന് പറഞ്ഞത്. അങ്ങനെ ഉണ്ട് പലർക്കും. അത് ഒന്നുകിൽ പഠിച്ചവനെ കൊടുക്കാൻ ഇപ്പൊ കരുതിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് കുട്ടികളില്ലാതെ എത്ര ഫാമിലി ഉണ്ട്. അപ്പോൾ അതിന് ചികിത്സ നടത്തുക, നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് അതിനുള്ള ചികിത്സകൾ നടത്തുക. അല്ലാതെ പിന്നെ കുട്ടികൾ ഉണ്ടായിട്ടാൻ വൈകി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പെണ്ണ് കിട്ടല്ല. ഇനിയിപ്പോ ഈ പറഞ്ഞ ഈ സംഗതിയൊക്കെ റെഡി ആയി വേറെ പെണ്ണ് കിട്ടിയ ഇതാന്ന് പറഞ്ഞാൽ അതിന് ഓൻ തയ്യാറാവണ്ടേ? അത് നിന്നോട് പറഞ്ഞു. ഞാൻ എങ്ങനെ പറയണ ഒരു മനുഷ്യനോട്? ഓപ്പം പിന്നെ മാമ പറയുന്നത് അവൻ കേൾക്കാതിരിക്കില്ല, അവൻ കേൾക്കും. മാമ പറഞ്ഞു കെട്ടിച്ചു ആദ്യം ഒന്ന്. ഓൻ അന്ന് വന്നപ്പോൾ കല്യാണം ഉണ്ടാക്കണം നമ്മളൊക്കെ പറഞ്ഞു. ഞാൻ ഓനോട് പറഞ്ഞു പിന്നെ ഈ പിന്നെ അടുത്ത വരവിൽ എന്തായാലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പെണ്ണ് നമ്മളൊക്കെ കൂടി കണ്ട് പോയി ഇതൊക്കെ കല്യാണം ഉണ്ടാക്കിച്ചു. നിലവിൽ ഒരു ഭാര്യ ഇരിക്ക, പിന്നെ എങ്ങനെ ഞാൻ കല്യാണം ഉണ്ടാക്കുവാനെ കൊണ്ട്? ഞാൻ എന്താ ചെയ്യാ? എനിക്ക് എൻ്റെ മോനൊരു കുട്ടീൻ്റെ ആയി കാണണ്ടേ? ഞാൻ എന്താ ചെയ്യാ? പഠിച്ചവനോട് തേട്, അല്ലാതെ എന്താ കാട്ടണേ? 10 വർഷം തേടിയില്ലേ? 10 വർഷമായിട്ട് ഞാൻ പഠിച്ചവനെ വിളിച്ചോണ്ടിരിക്കുക. എന്നാ ഓൻ പറയട്ടെ എങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ളത്. ഓൻ അത് ആരോടും പറഞ്ഞിട്ടില്ല. ഓൻ പറയില്ല. അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഓല് തമ്മിൽ ഒരു പ്രശ്നമല്ല. ഫാസിലും പിന്നെ ഫാരിസും തമ്മിൽ ഒരു പ്രശ്നമല്ല. അവർ നല്ല സുന്ദരമായിട്ട് സുഖസുന്ദരമായിട്ട് ഓല ജീവിതം നയിക്കണം. അതിൻ്റെ ഇടയിൽ ഈ പഴയ കാലത്ത് അമ്മായിമാരമാതിരി ഇങ്ങനെ വെറുതെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അതാണോ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് അനക്ക് ആയൊരു വയസ്സും പ്രായം വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഞാനൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പൊട്ടത്തരം പറയുമ്പോൾ അത് തിരുത്തി തരേണ്ട ആളല്ലേ ജീവിതത്തിൽ? ഇന്നെക്കാട്ടിലും എത്ര പിന്നെ അനുഭവങ്ങളും പിന്നെ ഇതുണ്ട് എനിക്ക്. എന്നിട്ട് ഇന്നെ കൊണ്ടാണല്ലോ ജീവിതം പറയിക്കുന്നത്. ഞാൻ വിളിച്ചപ്പോ പിന്നെ അർജന്റ് കാര്യം എന്നൊക്കെ പറഞ്ഞു, വേറെ വല്ല അസുഖ കാര്യം എന്തെങ്കിലും ഉണ്ടായാലും ബേജാറായി പോകണം. കുട്ടിക്ക് ജോലിയുണ്ട്, നല്ല മോളാണ്, അവരൊക്കെ കുഴപ്പമൊന്നുമില്ല. താത്ത ഞാനുണ്ടല്ലോ, ജോലി ഉണ്ട് നെല്ലിങ്ങാണ്ട് പിന്നെ ഇത് എന്നോട് പറയിക്കണ്ട.
അവനക്ക് ജോലിയാ വേണ്ടിയേ കുട്ടികളാ വേണ്ടിയേ? കുട്ടി വേണം. ആ ജോലി വേണമെങ്കിൽ ഓളെന്തേലും പിന്നെ ഇത് ജോലിക്കുള്ള പഠിപ്പിക്ക്, എന്തേലും കോഴ്സിനും കൂടെ ഓക്കും ജോലിയാവും. അല്ല അത് പറഞ്ഞാലെങ്കിലും ഈ സമ്മതിക്കും വെച്ചിട്ടാണ് ഇതൊരു പിന്നെ മനസ്സിനോട് പറയാൻ പറ്റിയ സംഗതികളല്ല. ഒന്ന് സമ്മതിപ്പിക്കാൻ. അതിന് എങ്ങനെ ഞാൻ ഓനോട് എന്ത് പറയും? എന്റെ ഈ എന്റെ നിലവിലുള്ള ഭാര്യനെ ഒഴിവാക്കുന്ന് പറയാം, മോനൊരു കുട്ടി, അതോ അല്ലെങ്കിൽ ആ ഭാര്യനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേറെ കെട്ടുമെന്ന് പറയാം? ഓരോ ജീവിതത്തിക്ക് ഞാനാ വേറൊരുത്തിനെ ഉന്തി തള്ളി വിടേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് കെട്ട് പിന്നെ ഓൽക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറയേണ്ട ആളാ ഞാൻ. കാരണന്മാര് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതാ ചെയ്യേണ്ടത്. ഓരോ ലൈഫിൽ വേറെ പിന്നെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ ആരെങ്കിലും പെണ്ണുങ്ങളായിട്ട് ബന്ധം അല്ലെങ്കിൽ ആണുങ്ങളായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട ആൾക്കാർ, അല്ല പുതിയൊരു ബന്ധം കൂടി ഉണ്ടാക്കി കൊടുക്കേണ്ട ആളല്ല. ഇജിപ്പത് ആള് തിരക്കടില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്ത്? കുടുംബജീവിതത്തിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകളല്ല വേണ്ടിയത്. ഓർക്ക് സുഖവും സന്തോഷവും സമാധാനവും ഓരോ ജീവിതത്തിലുണ്ടോ, അതാണ് ഓർക്ക് ഏറ്റവും വലിയ ഹൈറ്. കുട്ടികൾ പടച്ചോൻ കൊടുക്കണതാ. അനക്കിപ്പോ പിന്നെ ഓനെ ഒരു ആളല്ലേ ഉള്ളൂ, എൻ്റെ പിന്നെ തരാഞ്ഞ് അളിയാക്കാൻ്റെ മോസ്തരം കൊണ്ട? അത് ഒരു കുട്ടിയുള്ളൂ എന്ന് പറഞ്ഞാണ്ട് അളിയാക്കാൻ്റെ അമ്മ പിന്നെ അളിയാക്കാനെ കൊണ്ട് വേറെ പണിയടിച്ചു തന്നോ? അപ്പൊ കുട്ടികൾ ഇല്ലാറുങ്ങാണ്ട് അതല്ല ഓന് തോന്നണം. ഓന് നല്ല സുന്ദരമായിട്ട് ജീവിക്കണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ പെണ്ണിനെ വെറുതെ പറഞ്ഞത്? നിങ്ങൾ പിന്നെ നിങ്ങൾ പോയിക്കോളി, ആ നിങ്ങളെ പെണ്ണിന് കല്യാണം വേറെ ഇതാക്കി, ഇത് നടക്കൂല കേട്ടോ. ഫാസിലിനെ കൊണ്ട് പറയാൻ പറ്റൂല, അത് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ കുട്ടിനെ കെട്ടിച്ചിട്ടില്ലല്ലോ അവളെ തീരെ. അല്ല ഓക്ക് കല്യാണങ്ങൾ വേറെയും വരുമല്ലോ കേട്ടോ. ഈ നിലവിലൊരു ഭാര്യ ഉള്ളോളെ അങ്ങനെ തന്നെ വേണ്ടല്ലോ, നല്ലതല്ലേ? ആയിക്കോട്ടെ, നിങ്ങൾ പോയി അറിയും. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. എൻ്റെ വിഷമവും സങ്കടവും അറിയായിട്ട് മനസ്സിലാക്കായിട്ടല്ല, ഈ കാര്യങ്ങളും കൂടി മനസ്സിലാക്കുക. ഒരു കുടുംബജീവിതമല്ല നമ്മൾ പൊളിക്കാൻ പാടുണ്ടോ? ഇത് ചെയ്യണതോടുകൂടി ഈ കാര്യം ഓനോട് പറയണതോടുകൂടി ഓന് എന്ത് വിഷമം ഉണ്ടാവും ഇല്ലേ? ഓൻ പിന്നെ എന്നോട് ഒരു വാക്കുമുണ്ടോ? എന്നോട് ഓൻ എത്രമാത്രം പിന്നെ ഏറിയും സങ്കടം ഉണ്ടാവും. എൻ്റെ അമ്മ എന്നോട് ഇത് പറഞ്ഞാൽ എൻ്റെ ഒരു പെണ്ണുങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവില്ല. 8-10 കൊല്ലമായാലും ഓല ഒരുമിച്ച് ജീവിക്കണം. ആ ഓല പിടിച്ചിങ്ങാണ്ട് മുറിച്ച് പിന്നെ പിരിച്ചുക എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ അടുത്തുനിന്ന് കുറ്റം കിട്ടുന്ന കാര്യമല്ലേ? സാരമില്ല, ഞാൻ എൻ്റെ ആ ഒരു ഈറയിൽ എന്നോട് ഇങ്ങനെ സംസാരിച്ചാണ്. അത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷെ ഞാൻ കുറച്ച് എന്നോട് ചൂടായി പറഞ്ഞു, അത് ഇജ്ജ് പൊരുത്തപ്പെട്ടടാ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓരൊരു സുഖ സന്തോഷമായിട്ട് കഴിച്ചട്ടെ, കുട്ടികളൊക്കെ ഉണ്ടാവും. ഇബ്രാഹിം നബിക്ക് എത്രാമത്തെ വയസ്സിലാണ് കുട്ടികളുണ്ടായിരിക്കുന്നത്? പ്രവാചകന്മാർക്ക് വരെ പഠിച്ചാൻ അങ്ങനെ പരീക്ഷിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെപ്പോലെ സാധാരണക്കാരെ ഇതാക്കണതിന് കാര്യമുണ്ടോ? ഒക്കെ റാത്തായിക്കോളും. അവളവിടെ ഉള്ളത് പരിശോധന അതുണ്ടോ? ഞാൻ വിളിക്കണില്ല കേട്ടോ. ഈ ജോളോട് ഇങ്ങനെ ഈ കുയിന്തും കാട്ടിയും കണ്ട് നിൽക്കണ്ട. ഓളെ കുറ്റം കൊണ്ടല്ലല്ലോ ഇത്. കുട്ടികളുണ്ടാകാത്ത ഓളെ കുറ്റം കൊണ്ടോ? ഓൻ്റെ കാര്യം നോക്കിയോ? ഈ ഓളെ മാത്രം ഇങ്ങനെ പറയണത് ആർക്കാ കുഴപ്പമൊന്നുമില്ലത് അറിഞ്ഞോ? ഓനാണ് കുഴപ്പമെങ്കിൽ ഓനച്ച് വരെയെന്ന് ഒഴിവാക്കുമോ? അപ്പം അങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും പറയണ്ട കേട്ടോ. ഇത് കുടിക്ക് വരണോ? പിന്നെ ഞാൻ ഇറങ്ങാണ്. ഒരു ഗ്ലാസ് വെള്ളം ഇപ്പം വേണ്ട കേട്ടോ. അസ്സലാമു അലൈക്കും. നീ ഇവിടെ വിവരം തോന്നണ്ട കേട്ടോ.